ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കിയാലോ? ചെറിയ കുഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, മൈദ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇതെല്ലാം കൂടി അരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട ആദ്യം ഉടച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിനെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിലേക്ക് ആ മുട്ടേൻ്റെ സ്മെല്ലിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം എടുത്ത് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇതും കൂടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഈ പൊടികളെല്ലാം എടുത്ത് കുഴക്കാൻ. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ പഞ്ചസാര പൊടിച്ചതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാനില എസൻസ് ഒഴിച്ച് എന്നിട്ട് ഇത് എല്ലാം കൂടി ആദ്യം ബീറ്റ് ചെയ്യുക. പരമാവധി നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കേക്കായിരിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊടീൻ്റെ കാര്യം നോക്കാം. ഈ പൊടിയിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ചൊഴിച്ച് എന്നിട്ട് മൊത്തം ഈ പൊടിയെല്ലാം സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇങ്ങനെ കണ്ട, ഇതേപോലെ എല്ലാം മിക്സ് ചെയ്യണം. അടിപൊളിയായിട്ട്. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ അകത്തിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊടി കുറേശ്ശെ ഇട്ടിട്ട് ഇത് കുഴക്കാൻ നോക്കട്ടെ. ഇപ്പോൾ കുറച്ചുകൂടി പൊടി വേണം.
അപ്പം നല്ല വൃത്തിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരേ. പിന്നെ ഗൈസ് നല്ല വൃത്തിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മയം വരാൻ വേണ്ടിയിട്ട് ഒരു ലേശം സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പം അന്നേരം പിന്നെ ഇങ്ങനെ ഒട്ടില്ല, നമ്മളെ കൈക്കും ഒട്ടില്ല, പാത്രത്തിനും ഒട്ടില്ല. അപ്പം അങ്ങനെ ആക്കിയിട്ട് നമുക്കെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം, കണ്ട. അപ്പോൾ ഇതിനി നമുക്ക് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കിതിനെ സാവധാനം ഇങ്ങനെ പരത്തിയെടുക്കണം. സാവധാനം എടുക്കണേ, അധികം ഇതാക്കാൻ പാടില്ല. അധികം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടിപ്പിടിക്കും പോലെ ആയിപ്പോവും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ അതേപോലെ ഞാൻ ആക്കി എടുത്തിട്ട് കാണിച്ചു തരേ. ഇങ്ങനെ സ്മൂത്തായിട്ട് ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുക, എന്നിട്ട് മുറിച്ചോളുക. എത്രയാണോ നമുക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് മുറിച്ചോളുക. ഉറുമ്പെല്ലാം വരുന്നുണ്ട് ഗൈസ്, നല്ല മഴയും വരുന്നുണ്ട്. അപ്പം ഞാൻ മുറിക്കുന്നുണ്ട്. അധികം വലിയ വണ്ണത്തിൽ മുറിക്കുന്നില്ല, കുറേശ്ശെ വണ്ണത്തിൽ. ഇതാ ഇതേ വണ്ണത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. എല്ലാം മുറിച്ചതിൻ്റെ ശേഷം നമുക്ക് കാണാം. നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് വെട്ട് കേക്കിന് ഇത് മുറി വേണമല്ലോ, അപ്പോൾ അത് ഏകദേശം ഒരു പകുതി മുക്കാൽ കണ്ടിട്ട് നമുക്ക് മുറിച്ച് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് മുറിക്കാൻ പാടില്ല. അപ്പം അന്നേരത്ത് മുറിഞ്ഞ് 4 പീസായി പോകും. അതുകൊണ്ട് ഇതേപോലെ ആക്കിയിട്ട് ഞാനെല്ലാം പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലെങ്കിൽ ഇതാ ഒരിക്കലും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മുറിക്കുക, അധികം അടിയിലോളം പോകരുത്. പിന്നെ തിരിച്ച് വെച്ച് ഇങ്ങനെയും ഒരു മുറിക്കുക, അധികം അടിയിലോളം പോകാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞാനെല്ലാം മുറിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ടിത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇങ്ങനെയും മുറിച്ചു, ഇങ്ങനെയും മുറിച്ചു, ഇത്രയേ ഉള്ളൂ. വേഗം കഴിയുന്ന പരിപാടി. അപ്പം ഞാൻ എല്ലാം വറുത്ത് കോരട്ടെ. ഗൈസ് എല്ലാം ഞാൻ എടുത്ത് വെട്ട് കേക്കിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് അതിലിട്ടേ. അപ്പോൾ ഇതാ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരോ കേക്കായിട്ട് ഇട്ടിട്ട് വറുത്ത് പോരാം. അപ്പം എണ്ണ ചൂടാവട്ടെ. അപ്പം ഇതാ എണ്ണ കാഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് ഇടുന്നുണ്ട്. അടുത്തതും ഇടുന്നുണ്ട്. അടുത്തതും ഇട്ടിട്ടുണ്ട്. അപ്പം അവിടുന്ന് ആവട്ടെ. ഇതാ മറിച്ചിട്ടിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്, അധികം കൂട്ടി വെച്ചിട്ടില്ല.
നമ്മളെ കേക്ക് ഇതാ പൊന്തി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരു പ്രാവശ്യമാക്കി. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അടുത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ അപ്പം എല്ലാം ആയിട്ട് കാണാം ഇനി. അപ്പം ഇതാ ഗൈസ്, എല്ലാം ചുട്ട് കഴിഞ്ഞ് ഞാൻ തീ ഓഫാക്കുന്നതാണ്. വെളിച്ചെണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടൊന്നുമില്ല. ഇതാ കണ്ടല്ലോ, ഇതാ ഗ്യാസ് ഓഫാക്കി. അപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ നമ്മളെ വെട്ട് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. ഓക്കെ, ബൈ.